മുല്ലപ്പെരിയാർ ഡാമിലെ ബോംബ് ഭീഷണിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. മുല്ലപ്പെരിയാർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 8 പേരടങ്ങുന്ന സംഘം കേസ് അന്വേഷിക്കും. മെയിൽ ഐഡിയുടെ വിവരങ്ങൾ തേടി മൈക്രോസോഫ്റ്റിന് കത്തയച്ചിരിക്കുകയാണ്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുകയാണ്. അന്വേഷണത്തിന് പ്രത്യേക സംഘം എത്തുകയാണ്. എന്താണ് ഈ ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ട് അറിയാനാകുന്നത്? സ്മൃതി, ഞായറാഴ്ചയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു വ്യാജ സന്ദേശം തൃശൂർ ജില്ലാ കോടതിയിൽ ലഭിക്കുന്നത്. അതായത് മുല്ലപ്പെരിയാർ ഡാം ബോംബ് വെച്ച് തകർക്കും എന്നതായിരുന്നു ഇമെയിലിലൂടെ ലഭിച്ച ഒരു വ്യാജ സന്ദേശം. ഈ സന്ദേശം വ്യാജമാണെന്ന് ആദ്യം തന്നെ പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇത് അന്വേഷിക്കാൻ വേണ്ടി ആരാണ് വ്യാജ സന്ദേശം അയച്ചത് എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് മുല്ലപ്പെരിയാർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 8 അംഗ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. ഈ സംഘത്തിന്റെ അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മെയിൽ ഐ ഡി കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണം നടക്കുന്നത്. ഈ മെയിൽ ഐ ഡിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ തേടിക്കൊണ്ട് മൈക്രോസോഫ്റ്റിന് അന്വേഷണ സംഘം ഒരു കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മൈക്രോസോഫ്റ്റിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്നലെ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെയുള്ള സംഘങ്ങൾ അവിടെ പരിശോധന നടത്തിയെങ്കിലും കാര്യമായി ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. എന്നാണെങ്കിലും അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അന്വേഷണത്തിനൊടുവിൽ മാത്രമാണ് ആരാണ് വ്യാജ സന്ദേശം അയച്ചത് എന്നതിൽ ഒരു വ്യക്തത വരികയുള്ളൂ. സ്മൃതി.